മനുഷ്യൻ മൃഗത്തെ പോലും നാണിപ്പിക്കും വിധം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിന്ന്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്: കണ്ണും കാതും ഹൃദയവുമുള്ള മനുഷ്യൻ ശരിയായത് കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല. ഇത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവൻ മൃഗത്തെ പോലെയാണെന്ന. അതല്ല, മൃഗത്തേക്കാൾ അധപ്പതിച്ചവനാണെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അറിയിപ്പുകളും അത് ബോധ്യപ്പെടുത്തുന്നതാണ്. 1 വയസ്സും 8 മാസവും പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ 50-ലധികം മുറിവുകൾ ഏൽപ്പിക്കുക, ജനനേന്ദ്രിയം പോലും മുറിവേൽപ്പിക്കുക, ക്രൂരമായി മർദ്ദിച്ച് അവസാനം കൊല ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കഥ പടച്ചുണ്ടാക്കുന്നു: ഭക്ഷണം ചങ്കിൽ കുടുങ്ങി കുട്ടി മരിച്ചിരിക്കുന്നു. ഇത്തരം ആളുകളെ മനുഷ്യനെന്ന് മാത്രമല്ല മൃഗമെന്ന് പോലും വിളിക്കാൻ നാണിക്കുന്ന വിധത്തിലാണ് ചെയ്തു കൂട്ടുന്നത്. അവർക്ക് ആ കുഞ്ഞൊരു ഭാരമായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ ആ കുഞ്ഞിന്റെ മുത്തശ്ശിയും മുത്തശ്ശനുമെല്ലാം തയ്യാറായിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയാണ് മൃഗമേ നീ ഇത് കാണിച്ചത്? ആ മുത്തശ്ശിയും മുത്തച്ഛനുമെല്ലാം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് പറഞ്ഞ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ, അതായത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി കൊണ്ടുപോയപ്പോൾ സിറ്റ് ഔട്ട് ഇച്ചിരി പൊക്കത്തിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3 കാരണം പറഞ്ഞ് കുട്ടി വീണു എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ദേഹത്ത് മുറിവുകളോ വേറെ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. അത് ഡിവൈസിന് അവിടെ നമ്മൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടെ സ്റ്റേഷനിൽ SIയോട് ശ്രദ്ധയപ്പെട്ടായിരുന്നു. പിന്നെ കാരണം കുട്ടി സാധാ വീണിരുന്നെങ്കിൽ ദേഹം ആ സകലം മുറിയണമായിരുന്നു. പക്ഷേ ഇത് കുട്ടിയുടെ 2 കൈയും മുറിഞ്ഞു. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയപ്പെടുകയും ഞാൻ SI സാറിന് കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ കുട്ടിയെ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ കംപ്ലൈന്റിന് ഏകദേശം 5-ാം തീയതി അന്ന് പിന്നെ ഞങ്ങളെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുമായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ 4-ാം തീയതി വൈകിട്ട് യവൻ സൈലന്റ് കില്ലറാണ്. ഈ എന്തോ അക്ഷർ എന്ന് പറയുന്നത് 2ാം ഭർത്താവ്, അവൻ സൈലന്റ് കില്ലറാണ്. എനിക്ക് ഉറപ്പാണ്. കാരണം അവൻ മാനസികമായിട്ടാണ് ടോർച്ചർ ചെയ്യുന്നത്. അഷ്കർ എന്ന ഈ മൃഗം ആരെയും കൊല ചെയ്യാൻ മടിക്കാത്തവനാണ്. ആദ്യ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും തന്റെ ഭാര്യയായി താൻ പ്രണയിച്ചു കൂടെ കൂട്ടിയവളെ ഉപദ്രവിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവനാണ് ഇവൻ. ഇന്നും ആദ്യ ഭാര്യ ചികിത്സയിലും ആശുപത്രികളിലുമാണ്. വിവാഹം കഴിപ്പിച്ച് കൊടുത്ത തൊട്ടടുത്ത വർഷം മുതൽ ആശുപത്രി കയറി ഇറങ്ങുകയാണ് അഷ്കറിന്റെ ഭാര്യ. നിയമപരമായി ഇപ്പോഴും അഷ്കറിന്റെ ഭാര്യ പാലോട് സ്വദേശിയായിട്ടുള്ള ആമിന തന്നെയാണ്. ആമിനയുടെ അവസ്ഥ, ഇപ്പോഴത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു കുട്ടി ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ആദ്യമായിട്ട് എന്റെ കൊച്ചിനെ തലയ്ക്കാൻ അടിക്കണേന്ന്. തലയുടെ ബാക്ക് സൈഡിലാണ്, സെറിബെല്ലത്തിലാണ് അടിച്ച് ബ്ലഡ് കട്ടിയായിട്ടാണ് എന്റെ കൊച്ചിന് നടക്കാനോ സംസാരിക്കാനോ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും കാമുകനായി കൂട്ടിയ അവളുടെ മനസ്ഥിതി എന്തായിരിക്കും? അവൻ മാത്രമല്ല, അവളും ഈ കൊലപാതകത്തിൽ പങ്കാളിയാണ്. ഇതിന് മുന്നേ ഞാനൊരു കേസ് കൊടുത്തു. ഇവള് കുഞ്ഞിനെ ഏകദേശം 1 മാസത്തോളം വീട്ടിൽ നിർത്തിയിട്ട് പോയപ്പോൾ കുഞ്ഞിന് പനിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവള് നിലവിൽ കുഞ്ഞിനെ കാണാനോ ഒരു ഫോൺ കോൾ പോലും വിളിച്ച് ചോദിച്ചിരുന്നു. നിങ്ങളുടെ മകള് കാരണം അവൻ ചെയ്യാൻ സമ്മതിക്കില്ല. അത് മറ്റൊരു തലത്തിൽ ബന്ധുക്കളോ ഞങ്ങളെ അവളുടെ സഹോദരങ്ങളെ പെറ്റമ്മയായി കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ SI സാർ പറഞ്ഞതനുസരിച്ചിട്ട് അവർക്ക് അവളുടെ സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, സാർ വരണമെങ്കിൽ ഇന്നത്തെ ദിവസം വരണം, ഞാൻ വീട്ടിലുണ്ട്, സാധനം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു സന്ധ്യ അടുപ്പിച്ചപ്പോൾ ഇതിനേക്കാളും നല്ല മഴയുള്ള സമയത്ത് അവിടെ വീട്ടിന്റെ മേളിൽ വരികയും അതിൽ നിന്ന് പിന്നെ അവള് വേറെ 2 പയ്യന്മാർ, ഡാൻസ് ക്ലാസ്സിലെ ജീസന്റെ മകനും വേറൊരു പയ്യനും കൂടി വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് പെറുക്കിക്കൊണ്ട് പോയി. ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ വീടിന്റെ മേളിലുള്ളവരുടെ വീടിനടുത്ത് നിന്ന് ഈ അഷ്കർ എന്ന് പറഞ്ഞു ഞാൻ 5-6 ദിവസം യവനെ നോക്കും, പിന്നെ ഞാൻ പുഴുത്ത പട്ടിയെ പോലെ നോക്കും എന്ന് അവിടെ നിന്ന് റോഡിൽ പോയപ്പോഴും പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് ഞാൻ പിറ്റേ ദിവസമാണ് അറിയുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെയും അധിക നാൾ വാഴ്ത്തില്ല എന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ ഇവൻ പറഞ്ഞതായി ആ മുത്തശ്ശി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാടും നാട്ടിലെ ആളുകളും എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിത്തീരുന്ന പുതിയ തലമുറയെ പിടിച്ചു കെട്ടിയില്ല എങ്കിൽ നമ്മുടെ നാട് വലിയ ഒരു നരകമായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല.